നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ചില സന്ദർഭങ്ങളോ കൗണ്ടറുകളോ ഒക്കെ ഇപ്പൊ നോബി ചേട്ടന് വരുന്ന സിനിമകളിൽ നേരത്തെ പറഞ്ഞ പോലെ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയുള്ള പടത്തിൽ ചെയ്യാം. ഇതിനകത്ത് പക്ക ഡയറക്ടർ എഴുതി വെച്ചിട്ടുണ്ട് പുള്ളി. അങ്ങനത്തെ ഉള്ള സാധനങ്ങളുണ്ട്. കാര്യം നമുക്ക് സിറ്റുവേഷനിൽ ഇവരെ സിറ്റുവേഷനിലൊക്കെ ചെയ്യാനുള്ള നമ്മൾ കംപ്ലീറ്റ് ബോഡിയുടെ എടുത്തും അങ്ങനെയുള്ള സ്ഥലത്താണ് ഞങ്ങൾ ഉള്ളത്. ഈ സിനിമ കാണുമ്പോൾ ഇതിന്റെ ഒരു ക്യാരക്ടർ നീ ആവാം, നിന്നെ അവളെ മരണ വീട്ടിൽ നിൽക്കുന്ന ഒരാളായിട്ട് മാറുന്നേ. ഒരു അത്ര റിലേറ്റഡ് സബ്ജക്റ്റാണ് ഇത്. എല്ലാവർക്കും അനുഭവമുള്ള ഒരു കഥയാണ്, എല്ലാവരും കണ്ടിട്ടുള്ളതും എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഥയാണ്. അതുകൊണ്ട് ഭയങ്കര റിലേറ്റഡ് ആണ്. എന്തെങ്കിലും കൈനിട്ടോ എന്ന് ചോദിക്കുന്നതിന്റെ ഒറ്റ മറുപടി എന്ന് പറഞ്ഞാൽ ഈ പടത്തിൽ ഒന്നും എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല. എന്താണ് അവിടെ നിന്ന് ഷൂട്ട് ചെയ്തത് അത്രയും കറക്റ്റ് ആവുണ്ട്, ഒന്നും എക്സ്ട്രാ കയറ്റിയിട്ടില്ല. പക്കായിരുന്നു. ഒന്നും എഡിറ്റ് ചെയ്ത് ഒരു സാധനം പോലും കളഞ്ഞിട്ടില്ലല്ലേ? ഒരു സാധനം പോലും കളഞ്ഞിട്ടില്ല. എത്ര പേരുണ്ട്? എല്ലാവർക്കും ഡയലോഗ് ഉണ്ട്. അതാണ് വലിയ 2 മണിക്കൂർ പടം. യഥാർത്ഥത്തില് ജീവിതത്തില് ഈ മരണ വീട്ടിൽ പോവുകയും അവിടെ ചെയ്യുന്ന ചില കാര്യങ്ങൾ കണ്ടിട്ട് ചിരി വരികയും ചിരി അടക്കി പിടിക്കാൻ കഷ്ടപ്പെടുകയും ചെയ്ത നോബി ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ ചില മരണ വീട്ടിൽ പോകുമ്പോൾ ചില കഥാപാത്രങ്ങൾ കണ്ടാൽ നമുക്ക് ചിരി വരുമെന്ന്. അവരുടെ ബോഡി ലാംഗ്വേജ് നിൽപ്പും മോളോട്ട് നോക്കി ഇങ്ങനെ മുണ്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എന്താണ് ആലോചിക്കുന്നൊക്കെയാണ്. ഞാൻ ഇതെല്ലാം ഒബ്സർവ് ചെയ്യുന്ന ആളാണ്. ഇതെല്ലാം നോക്കും, ഇങ്ങനെ കംപ്ലീറ്റ് വാച്ച് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ. ചില ആൾക്കാരൊക്കെ ഉണ്ട്. അല്ല, നമ്മളവിടെ വേറെ സംഭവം നടന്നു. അത് ഭയങ്കര അത് ഈ മരണ വീടാകുമ്പോഴത്തേന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്ന് സംസാരിക്കുന്നവരുണ്ടല്ലോ. അതുപോലെ തന്നെ കസേരയൊക്കെ എടുത്തിട്ട് അങ്ങോട്ടിട്ട് ഈ സ്ലാബ് പൊട്ടി കുഴിക്കകത്ത് വീണിട്ടുണ്ട്. ഭയങ്കര വിഷയമാണ്. കക്കൂസിന്റെ പണ്ടത്തെ സ്ലാബുകളൊക്കെ ബലക്കുറവായിരുന്നു. എന്റെ മേളിൽ കസേര ഇട്ടിരുന്നു. ഇങ്ങനെ കരിയിലൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. പഴയ കുഴികൾ. പിന്നെ 3 പേര്, ഒരാളല്ല 3 പേര്. ഇവിടെ പഴയ സ്ലാബ് ഈ കക്കൂസ് ഇടിച്ചു കഴിഞ്ഞ സ്ലാബൊക്കെ മറന്നു പോകും. ഈ മരണം വരുമ്പോഴാണ് അങ്ങോട്ടൊക്കെ ആള് ചെയ്യണത്. അല്ലെങ്കിൽ വീട്ടുകാരുന്നവർ അങ്ങോട്ട് പോകൂല. ഇത് പരിചയവും കാണൂല. വന്ന് പണ്ടത്തെ കസേര വലിച്ചിട്ട് 2 പേര് ഇരുമ്പ് കസേര അതിലും ബലം ഉണ്ടെന്ന ഈ സ്ലാബ് ദ്രവിച്ചിരിക്കുന്ന സാധനമുണ്ട്. ഇപ്പോഴേ ഒരാളും കൂടെ കയറിയപ്പോ വെയിറ്റ് 3 പേര് ലിഫ്റ്റ് പോകും പോലെ 3 പേര് ഒരേപോലെ പോകും. ബോഡി വരെ എണീറ്റ് തിരിച്ചു പോകുന്ന. എന്താ പറയാനുണ്ടായിരുന്നു? അല്ല, ക്രിസ്ത്യൻ കല്യാണത്തെ ഡെഡ് ബോഡി ഫ്രണ്ട് വെച്ചിട്ട് മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്യും ഫോട്ടോ എടുക്കാനുള്ളവരുടെ ലിസ്റ്റ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ചിരി വന്നിട്ടുണ്ട്. ഓരോ കുടുംബക്കാർ ഇന്ന കുടുംബക്കാർ ആ ഫോട്ടോ എടുക്കാനുള്ളവർ എടുത്തവർ മാറും. അതായത് ആ ഡെഡ് ബോഡി ഫ്രണ്ട് നിർത്തി വെച്ച് ഫോട്ടോ എടുക്കണം. അങ്ങനെ ഒരു പരിപാടിയുണ്ട്. അത് ഭയങ്കര എനിക്ക് യോജിക്കാനും പറ്റില്ല. എനിക്ക് ചിരിയും വന്നിട്ടുണ്ട്. ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുന്നു. അല്ല, ക്രിസ്ത്യൻ എല്ലായിടത്തും നോക്കിയതില്ല. ക്രിസ്ത്യൻ ഫോട്ടോ എടുക്കുന്നത് അത് ചിലപ്പോൾ ആൽബത്തിനകത്തൊക്കെ വെക്കാനായിരിക്കാം. ഇന്നത്തെ ഒരു ആൽബം ഇത് ചെയ്യുന്നുണ്ട്. ഈ അച്ഛൻ വേഷങ്ങളിലേക്ക് മാറിയിട്ടെ ഈ ഒറിജിനൽ പ്രായത്തിനേക്കാൾ കൂടിയ പ്രായമുള്ള വേഷങ്ങൾ ചെയ്തിട്ടേ അത് ഒരു പ്രത്യേകതരത്തിലൊരു സമാധാനം അല്ലെങ്കിൽ പുതിയൊരു സന്തോഷം തരുന്നുണ്ടോ ആസ് ആൻ ആക്ടേഴ്സ്? ഇല്ല, ഇപ്പൊ ഇതിനകത്ത് എന്റെ അച്ഛനായിട്ട് ചോദിക്കുന്നു. ഞാൻ ക്ലീൻ ഷേവ് രണ്ടാമത്തെ അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയപ്പോ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. അച്ഛനാക്കി നമ്മളാണ്. ഈ പ്രായത്തിനേക്കാൾ മുതിർന്ന വേഷങ്ങൾ ചെയ്യുക ഇപ്പൊ കുറച്ചും കൂടി കൈന്നിട്ട് ചെയ്യാനോ അല്ലെങ്കിൽ കുറച്ചും കൂടി എന്താ പറയാ അഭിനയത്തെ കുറച്ചുകൂടി സാധ്യതകൾ മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്നുണ്ടോ വാഴയ്ക്ക് ശേഷം? അല്ല, ഈ പ്രായം നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭയങ്കര പേടിയാണ്. ഞാൻ ഇതിലും പറഞ്ഞിട്ടുണ്ട്. അതായത് അത് തിയേറ്ററിൽ വരുമ്പോൾ എങ്ങനെയാണോ ഞാൻ പറഞ്ഞത്. ഇതിൽ അനശ്വരയുടെ അച്ഛനാണ്. അനശ്വരയുടെ അച്ഛനാകാനുള്ള പ്രാപ്തിയൊക്കെ എന്റെ മോളെ പ്രായമല്ലോ ചോദിക്കും. എന്റെ മോൾ എത്രയാണ്? 4ാം ക്ലാസ്. അനശ്വര 8ാം ക്ലാസ്സിലല്ലേ? അനശ്വര 8ാം ക്ലാസ്സിലല്ലേ? അനശ്വര തിയേറ്ററിൽ വന്നാൽ ജനങ്ങളെ സ്വീകരിച്ചാലേ ഒരു സമാധാനം. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയാണ് പടയോട്ട സിനിമയില് മമ്മൂക്കല്ലേ ലാലേട്ടന്റെ അച്ഛനായിട്ട് അഭിനയിച്ചത്. 1980. അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. ഈ അച്ഛൻ കഥാപാത്രങ്ങൾ കിട്ടിയപ്പോ ഒരു പേടി ഉണ്ടായിരുന്നു അതെങ്ങനെ ചെയ്തു? അച്ഛനായിട്ട് അഭിനയിക്കും ഒരു പേടിയില്ല. ഇങ്ങനെ പേടിയില്ല. ഞാൻ പക്ഷെ കുറച്ച് ചെയ്തിട്ടുള്ളൂ അച്ഛനായിട്ട്. നമ്മൾ ശരിക്കും യങ്ങായിട്ടിരിക്കുക, ആ ക്യാരക്ടറിന് നല്ല പ്രായമുണ്ട്. അങ്ങനെയുള്ള റോള് കിട്ടുമ്പോഴല്ലേ ചലഞ്ച് ആവുന്നത്. നമ്മുടെ പ്രായത്തിലുള്ള റോൾ അഭിനയിക്കാൻ ഒരുപാട് എല്ലാവർക്കും പറ്റും. നമ്മളെക്കാൾ കൂടിയ പ്രായത്തിലുള്ള റോൾ അഭിനയിക്കുക. അതെ, അല്ലെങ്കിൽ അതൊക്കെയാണ് ചലഞ്ച്. അതെ.
ഈ വാഴയില അഭിനയിക്കുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും 2 കാലഘട്ടങ്ങളൊക്കെ അഭിനയിച്ച് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതായത് ഒരാളുടെ 18 മുതൽ 18 മുതൽ അങ്ങോട്ട് ഒരു 30 വരെയുള്ള പ്രായം. ഇത് ഇത്രയും ചെയ്യുമ്പോൾ ശരീരത്തിൽ മാറ്റങ്ങൾ വരുത്തുക, അതുപോലെ എന്താ പറയുക നമ്മുടെ മാനസികങ്ങളിൽ മാറ്റം വരുത്തുക, ഇത് ഒരു പുതിയ പ്രൊസീജിയറായിട്ട് നമ്മളൊരു വാല്യൂ അഡീഷൻ ആയിട്ട് തോന്നിയത്. ശരീരത്തിലേക്ക് എന്ത് മാറ്റം കുറച്ച് ഇല്ലേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. മാറ്റം വരുത്തിയിട്ടുണ്ട്. ആ നല്ല മാറ്റം പറ്റും. താടി എടുക്കൂ. വണ്ണം കുറച്ച്. അതെ, അത് ശരിയാ. സുൽത്താൻ ബത്തേരിയിൽ വെച്ചൊക്കെ നല്ല ഡയറ്റ് ആയിരുന്നു. യുവമാര് ഡൈറ്റ് ചെയ്ത് വന്ന് വാഴ ഷൂട്ടിങ്ങിന് യുവമാര് കൊടുത്ത റൂമും മാത്രമാണ് ഷാപ്പിന്റെ മുമ്പില് ഇവര് മക്കളായിട്ട് അങ്ങോട്ട് നോക്കിയിരിക്കും. നല്ല മീനും. അല്ല, ഇവര് കുറെ കഷ്ടപ്പെട്ടു. കാരണം ഗുരുവായൂരമ്പല നടയിൽ ഗ്യാപ്പ് വരുമ്പോ വാഴ ഗ്യാപ്പ്. കാരണം അതിൽ രണ്ടും ഗുരുവായൂരമ്പലയിൽ ഇവരുണ്ടല്ലോ. വാഴയില് കുട്ടിക്കാലമായിട്ടാണ്, ചെറുപ്പകാലം. മറ്റേ താടിയൊക്കെ നല്ല വലിയ പോയമ്പ്. പക്ഷെ അല്ലേ കുറച്ച് സമയം കിട്ടി. പക്ഷെ എന്നാലും ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടി. ഈ ബൈചേട്ടൻ എപ്പോഴും ഈ തഗ് മറുപടികൾ പറയുന്നതുകൊണ്ട് അദ്ദേഹത്തിനോട് സംസാരിക്കാൻ ഒരു ചെറിയ പേടിയുണ്ടോ? ഇല്ല, അത് കേൾക്കാൻ വേണ്ടി നമ്മൾ പറയും. തഗ് എന്തായാലും ഉണ്ട്. പക്ഷെ എന്നാലും നമ്മളടുത്തും സന്തോഷമായിട്ടൊക്കെ ഇറങ്ങിയ കാര്യം പറയും. പക്ഷെ എപ്പോഴും ഏത് മൂടാണെന്ന് നമുക്കൊന്നും അറിയത്തില്ല. അതുകൊണ്ട് എപ്പോഴും ഒരു എങ്ങനെയാണ് എന്നൊക്കെ ഞാൻ ഇവരെക്കാട്ട് ഭയങ്കര കമ്പനിയാണ്. അതെ അതെ. വേറെ പുതിയ സാധനങ്ങൾ പുതിയ പിള്ളേരെ അയച്ചോണ്ടേ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് കറങ്ങിച്ചെന്നിട്ട് പുതിയ 2 സാധനം വീഴുള്ളൂ. അതെന്തെന്നറിയോ, ബൈചേട്ടൻ ഈ പടത്തില് എന്തോ 2 വാക്ക് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായില്ല, അവിടെ നിന്ന് ആർക്കും മനസ്സിലായില്ല. അപ്പൊ ഞാൻ ബൈചേട്ടാ ഇതൊക്കെ ഇപ്പോഴത്തെ പയ്യന്മാരുടെ സാധനം, ഏപ്പറാച്ചി. അത് ഇപ്പോഴത്തെ പയ്യന്മാരുടെ സാധനം. അപ്പൊ ശരിയാ. അപ്പൊ അവിടെ കൊച്ചു പയ്യന്മാർ ഇരുന്ന് അവർക്കറിയാം ഏപ്പറാച്ചി ഇപ്പോഴത്തെ വാക്കാണ്. ഇപ്പൊ ആളുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് അതൊക്കെ. ഇത് അനസിന്റെ ചെറുപ്പമായി വെക്കുന്നതുകൊണ്ട് സംഭവിക്കുന്നത്. ഞാൻ പിള്ളേരൊക്കെ ആയിട്ട് കമ്പനി അടിക്കും. പയ്യന്മാരൊക്കെ അവർക്ക് വീറൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരെ കിട്ടും എന്തെങ്കിലും. ഇതറിഞ്ഞെങ്കിൽ 2 കമ്പനി അടിക്കായിരുന്നു. യവന്മാരൊന്നും അറിഞ്ഞു വന്നു. വേറെ പിള്ളേരൊക്കെ ഉണ്ട് ഇതിട്ട്. അത് കുറച്ച് ലോക്കലായിട്ട് നടക്കുന്ന പയ്യന്മാരാണെങ്കിലേ പറ്റുള്ളൂ. അമ്മയുടെ ഇങ്ങനത്തെ വാക്കുകളെ കിട്ടുള്ളൂ. പലതുണ്ട്. ഈ നമ്മളെ പലപ്പോഴും വളരെയധികം സഫസ്റ്റിക്കേറ്റഡ് ഒക്കെ ആയിട്ട് സംസാരിക്കുന്ന സ്ഥലങ്ങളെക്കാളും കൂടുതലേ ചില മദ്യപാന സദസ്സുകൾ അല്ലെങ്കിൽ ചില സൗഹൃദ സദസ്സുകൾ അവിടെയാണ് കുറച്ചുകൂടി നമ്മൾ ഓപ്പൺ അപ്പ് ആവുന്നത്. അങ്ങനത്തെ സ്ഥലങ്ങളെ കുറച്ചുകൂടി അങ്ങനെയുള്ള സ്ഥലത്തിരുന്നാൽ ഇതൊക്കെ കിട്ടുള്ളൂ. അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയി ഇരിക്കുന്ന ഇടയ്ക്ക് അവരവിടെ നിന്നാണ് പിടിച്ചോണ്ടിരുത്തിയിരിക്കുന്നത്. നമുക്ക് എല്ലാ തലത്തിലുള്ള കൂട്ടുകാരും വേണം. കൂട്ടുകാരും മീൻസ് പരിചയക്കാരെങ്കിലും വേണം. കുറെ സംഭവങ്ങൾ കിട്ടും. അല്ല, ഇപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്തുനിന്ന് കണ്ട ആരുടെങ്കിലും സ്വഭാവം ഇപ്പൊ വ്യസന സഭയത്തിലത്തെ കരയോഗം പ്രസിഡന്റ് കൊണ്ടുപോയി ചേർക്കാം, അങ്ങനെയൊക്കെ ബോധപൂർവ്വം ആലോചിക്കും. അങ്ങനെ ചെയ്യാറില്ല, ബോധപൂർവ്വം ചെയ്യാറില്ല. എന്തെങ്കിലും ആ സിറ്റുവേഷൻ ചേരുന്ന ഒരു സാധനം എന്തെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഇനി മാറ്റി വെച്ച് കിച്ചും. അത് ചിലപ്പോൾ കറക്റ്റായിരിക്കും, മിക്കവാറും കറക്റ്റായിരിക്കും. പുതിയ സംവിധായകരുടെ അടുത്ത് സിനിമകൾ ചെയ്യുന്നുണ്ടല്ലോ. പണ്ട് നമ്മള് കൃത്യമായിട്ട് ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് റിഹേഴ്സ് ചെയ്ത് ഇത്ര ഫിലിമേ ഉള്ളൂ. നമ്മുടെ ഫിലിം ആയിരുന്ന സമയത്ത് റിഹേഴ്സൽ കൂടുതലുണ്ടായിരുന്നു. അന്നൊരു ഡിസിപ്ലിൻ ഉണ്ടെന്നും ഇന്ന് ഡിസിപ്ലിൻ കുറഞ്ഞെന്നും അങ്ങനെ പൈസയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഉറപ്പായിട്ടും ഡിസിപ്ലിൻ കുറഞ്ഞിട്ടുണ്ട്. കാരണം ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഒരു ടെൻഷനുണ്ട്, തെറ്റാൻ പാടില്ല എന്ന്. കാര്യം അന്ന് ഫിലിമിന് ഭയങ്കര വിലയുള്ള കാലമാണ്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ എത്ര ടേക്ക് വേണമെങ്കിലും എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഒരു സീരിയസ്നെസ് കുറഞ്ഞു വരുന്നുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. ഈ സിനിമ വന്നിട്ടേ ശരീരവും സൗന്ദര്യമൊക്കെ ശ്രദ്ധിക്കണം അങ്ങനത്തെ ചിന്തകൾ ഒരു ദിവസം ഡയറ്റ് ഒന്ന് വിവരിക്കാമോ? ഭക്ഷണത്തിന് ശേഷമുള്ള ഡേറ്റ് ആണ്, ഭക്ഷണത്തിന് മുമ്പുള്ള ഡേറ്റ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, എനിക്ക് ചോദിച്ചാൽ ഒരു ദിവസം മൊത്തം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഇല്ല, നേരത്തെ എത്ര മണി ഒരു സമയം? ഒരു കാപ്പി കുടിക്കും, കാപ്പി കുടിക്കും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എത്ര മണി? ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ 8 മണി, ചിലപ്പോൾ 9 മണി. എന്തുണ്ടോ അത് കഴിക്കും. അപ്പം ആണെങ്കിൽ ഒരു 3 അപ്പം. സാധാരണ മനുഷ്യൻ കഴിക്കും പോലെ.
ചിരിക്കില്ല. ഉച്ചയ്ക്ക് ഊണ് കഴിക്കും. അത് സാധനം. അതായത് പ്രൊഡക്ഷനിലാണെങ്കിൽ ഉച്ചയ്ക്ക് ചപ്പാത്തി കഴിക്കും, വീട്ടിലാണെങ്കിൽ ചോറുണ്ടോ. ചോറ് കഴിക്കും. അല്ല ഉച്ചക്കത്തെ പറയും. സാധാരണ മനുഷ്യൻ കഴിക്കുമ്പോൾ ഉച്ചയ്ക്ക് ചോറ് ചോറ് മീൻകറി. ചോറ് കാർബോഹൈഡ്രേറ്റ്സ് ആണല്ലോ, അപ്പൊ കുറയ്ക്കാം, ഇത്ര അളവ് കഴിക്കാം, അങ്ങനെ. റേഷൻ കടയിൽ ചെന്നിട്ട് കാർബോഹൈഡ്രേറ്റ് ഒന്നും കഴിക്കാൻ അരി നമ്മള് ചോറാണെങ്കിൽ ചോറ് കിട്ടണ ഭക്ഷണം. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ജന്മനാ തടിയുള്ള ഒരു അല്ലേ. വെള്ളം കുടിച്ചാലും നമ്മൾ വെള്ളം വയ്ക്കും. അച്ഛനും അമ്മച്ചി. അത് കിട്ടും, കുറച്ചൊക്കെ പാരമ്പര്യം കിട്ടും നമുക്ക്.